കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ മരണപ്പെട്ട 3 പേരുടെ വീടുകൾ മന്ത്രി എ.കെ. ശശീന്ദ്രൻ സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ആയി മന്ത്രി സംസാരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും 3 പേർ മരണപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി പറഞ്ഞതാണ്. ഈ മരിച്ചത് ആനയുടെ നേരിട്ടുള്ള അക്രമത്തിലല്ല അവർ മരിച്ചത്. ആന വിരണ്ടോടിയപ്പോൾ ആളുകൾ തിക്കും തിരക്കും കൂട്ടി മറിഞ്ഞു വീണും അല്ലാതെ ആന നശിപ്പിച്ച കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ ദേഹത്ത് വീണുമൊക്കെയാണ് ഈ 3 പേർ മരണപ്പെടുന്നത്. അതെ, ആദ്യ സന്ദർശനം മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ്. ക്ഷേത്ര കമ്മിറ്റിക്കാരുമായും നാട്ടുകാരുമായാണ് മന്ത്രി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ മരണപ്പെട്ടവരുടെ വീടുകളിലേക്ക് മന്ത്രി എത്തിച്ചേരുക. ഇപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച് വിലയിരുത്തുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ക്ഷേത്ര ചെയർമാൻ, വാർഡ് കൗൺസിലർ, കൊയിലാണ്ടി ചെയർപേഴ്സൺ, 28 വാർഡ് കൗൺസിലർ പ്രഭ എന്നിവരുമായിട്ടാണ് ഇപ്പോൾ മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. അദ്ദേഹം മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്നതിന് തൊട്ട് മുൻപായി മണക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ക്ഷേത്ര കമ്മിറ്റിക്കാരുമായാണ് സംസാരിക്കുന്നത്. ക്ഷേത്ര ചെയർമാൻ ഷെനറ്റ്, വാർഡ് കൗൺസിലർ ഷിജു, കൊയിലാണ്ടി ചെയർപേഴ്സൺ സുധ, 28 വാർഡ് കൗൺസിലർ പ്രഭ എന്നിവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മന്ത്രി സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളുമായി പ്രതികരിക്കാനാണ് സാധ്യത. സ്ഥലത്ത് ഉണ്ട്. മന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ ലഭിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ദിസ്ന സുരേഷ്, എന്തായാലും ആനയുടെ ആക്രമണം നടന്ന ആ പ്രദേശങ്ങൾ മന്ത്രി നേരിട്ട് കാണുകയാണ്. ക്ഷേത്രത്തിലെ നമുക്കറിയാം, ക്ഷേത്രത്തിൻ്റെ ഓഫീസ് അടക്കം ആന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 3 പേർക്ക് പരിക്കേൽക്കുകയും അവർ മരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ എഴുന്നള്ളിപ്പ് നടന്ന പ്രദേശം, ആന വിരണ്ടോടിയ ആ ഭാഗങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ മന്ത്രി നേരിട്ട് വിലയിരുത്തുകയാണ്. അവിടുത്തെ വാർഡ് കൗൺസിലറും ക്ഷേത്ര ഭാരവാഹികളുമൊക്കെ മന്ത്രിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇതിനുശേഷം മന്ത്രി മരണപ്പെട്ടവരുടെ വീടുകളും സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ആനയിടഞ്ഞ് 3 പേർ മരിക്കാനിടയുണ്ടായ സാഹചര്യം. ആ ക്ഷേത്രത്തിലാണ് മന്ത്രി ഇപ്പോൾ സന്ദർശനം നടത്തുന്നത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുണ്ട്, സ്ഥലത്തെ വാർഡ് മെമ്പർമാരുണ്ട്. അവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി മന്ത്രി ആ ക്ഷേത്ര പരിസരം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ. അതിനുശേഷമായിരിക്കും മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുക. ഒരു പക്ഷേ അതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്.